ഹലോ ഫ്രണ്ട്സ്, 6-ാം തീയതി നടക്കുന്ന ഫയർ വുമൺ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാരികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ PYQ ഡിസ്കഷനാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ നോക്കാം. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണെന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ജലമാണ്. അപ്പോൾ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ജലമാണ് കേട്ടോ. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഓക്സിജൻ വാതകം, ഇന്ധനം, താപം എന്നിവയാണ് ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടുന്ന ഘടകമായിട്ട് വരുന്നത്. അപ്പോൾ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? ജലമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജൻ വാതകം, ഇന്ധനം, താപം എന്നിവയാണ്. ഉൾപ്പെടാത്തത് ജലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരി ഏത് എന്നുള്ളതാണ്. അപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിലേതാ ശരി എന്നുള്ളത്? ഇതിനകത്ത് ശരിയായിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. അതായത് ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. അപ്പോൾ എന്താണ് ശരിയായിട്ടുള്ളത്? ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. അപ്പോൾ എന്താണ് ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ് എന്നുള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫയർ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫയർ പോയിന്റ് എന്താണ്? ഒരു ബാഷ്പീകരണ ജ്വലന പദാർത്ഥം ജ്വലനത്തിന് ശേഷം അതിൻ്റെ ബാഷ്പം വായുവിൽ കത്തുന്നത് തുടരുന്നത് ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ബാഷ്പീകരണ ജ്വലന പദാർത്ഥം ജ്വലനത്തിന് ശേഷം അതിൻ്റെ ബാഷ്പം വായുവിൽ കത്തുന്നത് തുടരുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇന്ധനത്തിൻ്റെ ജ്വലനത്തിന് ശേഷം കുറഞ്ഞത് 5 സെക്കൻഡോളം ആ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന ബാഷ്പം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് അതിൻ്റെ ഫയർ പോയിന്റ്, ഒരു ഇന്ധനത്തിൻ്റെ ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു ഇന്ധനത്തിൻ്റെ ജ്വലനത്തിന് ശേഷം കുറഞ്ഞത് 5 സെക്കൻഡോളം ആ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന ബാഷ്പം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഒരു ഇന്ധനത്തിൻ്റെ ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. ഒരു ദ്രാവകത്തിൻ്റെ ഫയർ പോയിന്റ് സാധാരണയായി ഫ്ലാഷ് പോയിന്റിനേക്കാൾ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ പഠിച്ചു നോക്കണം. ഒരു ദ്രാവകത്തിൻ്റെ ഫയർ പോയിന്റ് സാധാരണയായി ഫ്ലാഷ് പോയിന്റിനേക്കാൾ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഫ്ലാഷ് പോയിന്റ് നമ്മൾ പഠിച്ചില്ല. ഫ്ലാഷ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം താഴ്ന്ന ഫ്ലാഷ് പോയിന്റ് സൂചിപ്പിക്കുന്ന എന്താണ്? ഉയർന്ന ജ്വലനക്ഷമതയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. അതുപോലെ തന്നെ ഫ്ലാഷ് പോയിന്റ് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പം ഒരു ദ്രാവകത്തിൻ്റെ ഫയർ പോയിന്റ് സാധാരണയായി ഫ്ലാഷ് പോയിന്റിനേക്കാൾ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഫയർ പോയിന്റ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഓപ്പൺ കപ്പ് ഉപകരണം കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, 1 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഇനി വരുന്ന പരീക്ഷയ്ക്ക്. അപ്പോൾ എന്താണ്? ഫയർ പോയിന്റ് അളക്കുന്നതിനുള്ള ഉപകരണത്തിൻ്റെ പേരെന്താണ്? ഓപ്പൺ കപ്പ് ഉപകരണം. പഠിച്ചു വെക്കുക. ഫയർ പോയിന്റ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഓപ്പൺ കപ്പ് ഉപകരണം. അതുപോലെ തന്നെ ഫയർ പോയിന്റ് അളക്കുന്നതിന് ഒരു ബാഹ്യ ജ്വലനം ഉറവിടം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഫയർ പോയിന്റ് അളക്കുന്നതിന് ഒരു ബാഹ്യ ജ്വലന ഉറവിടം ആവശ്യമാണ്. അതുപോലെ തന്നെ ഫയർ പോയിന്റിൽ ഒരു ബാഹ്യ ജ്വലന ഉറവിടം നീക്കം ചെയ്തതിന് ശേഷം ജ്വലനം തുടരുന്നു. അപ്പോൾ അതോടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണേ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഫയർ പോയിന്റിൽ ബാഹ്യ ജ്വലന ഉറവിടം നീക്കം ചെയ്തതിന് ശേഷവും ജ്വലനം തുടരുന്നു. അതുപോലെ തന്നെ ഫ്ലാഷ് പോയിന്റ് നമ്മൾ പഠിച്ചാണ് എന്താണ്? ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനോട് അടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഫ്ലാഷ് പോയിന്റ്. താഴ്ന്ന ഫ്ലാഷ് പോയിന്റ് സൂചിപ്പിക്കുന്ന എന്താണ്? ഉയർന്ന ജ്വലനക്ഷമതയാണ്. പരീക്ഷയ്ക്ക് ഇത് ഉറപ്പായിട്ടും ചോദിക്കും, പഠിച്ചു വെച്ചോ. താഴ്ന്ന ഫ്ലാഷ് പോയിന്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഉയർന്ന ജ്വലനക്ഷമതയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏതു പേരിൽ സൂചിപ്പിക്കുന്നു? അപ്പോൾ എന്താണ്? ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏതു പേരിൽ സൂചിപ്പിക്കുന്നു? വിശിഷ്ട താപധാരിത എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഏതാണ്? വിശിഷ്ട താപധാരിത, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കേട്ടോ. അപ്പോൾ എന്താണ്? ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏതു പേരിൽ സൂചിപ്പിക്കുന്നു? വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു പോകണം. വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. എന്താണ്? ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെയാണ് വിശിഷ്ട താപധാരിക അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനെ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതൽ ഉള്ള പദാർത്ഥം ഏതാണ്? ജലം. പരീക്ഷയ്ക്ക് ചോദിക്കാം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? ജലമാണ്. അതുപോലെ തന്നെ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലവും വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ മൂലകം ഹൈഡ്രജനുമാണ് കേട്ടോ. ഹൈഡ്രജനുമാണ്. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് വെച്ച് നമുക്ക് നോക്കാം. ദ്രവീണ ലീനതാപമൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 1 കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണ് ദ്രവീകരണ ലീനതാപം. ദ്രവീകരണ ലീനതാപം അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ പഠിച്ചു നോക്കണം. ദ്രവീകരണ ലീനതാപം എന്താണ്? ദ്രവീകരണ ലീനതാപം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവിനെയാണ് പറയുന്നത് ദ്രവീകരണ ലീനതാപം. അതുപോലെ തന്നെ ദ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതോട് പഠിച്ചു നോക്കണം. ദ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിൻ്റെ ദ്രവീകരണ ലീനതാപം എന്താണ്? 80 കിലോ കാൽവിൻ പെർ കിലോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിൻ്റെ ദ്രവീകരണ ലീനതാപം എത്രയാണ്? 80 കാൽവിൻ പെർ കിലോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് പഠിച്ചു നോക്കണം. അതുപോലെ തന്നെ താപധാരിത. അപ്പോൾ താപധാരിത എന്നാന്ന് ഒന്ന് പഠിച്ചു നോക്കണം. ഹീറ്റ് കപ്പാസിറ്റി പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപമാണ് ആ പദാർത്ഥത്തിൻ്റെ താപധാരിത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1K വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപമാണ് ആ പദാർത്ഥത്തിൻ്റെ താപധാരിത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താപധാരിതയുടെ യൂണിറ്റ് എന്താണ്? ജെ പെർ കെ ആണ്. അതായത് ജൂൾ പെർ കെൽവിൻ ആണ് താപധാരിതയുടെ യൂണിറ്റ്. അപ്പോൾ താപധാരിത എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1K വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപമാണ് ആ പദാർത്ഥത്തിൻ്റെ താപധാരിത എന്ന് പറയുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? ആൻസർ സ്റ്റാർവേഷൻ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? സ്റ്റാർവേഷൻ ആണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. സ്റ്റാർവേഷൻ. അപ്പോൾ സ്റ്റാർവേഷൻ എന്താണെന്ന് പഠിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? സ്റ്റാർവേഷൻ. അപ്പം ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കും. ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു പോവാം. സ്മോദറിംഗ് ഓർ ബ്ലാങ്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കത്താൻ പര്യാപ്തമായ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യം നീക്കി തീ അണയ്ക്കുന്ന രീതിയാണ് സ്മോത്തറിംഗ് അഥവാ ബ്ലാങ്കറ്റിംഗ്. അപ്പോൾ പഠിച്ചു നോക്കുക. സ്മോത്തറിംഗ് അഥവാ ബ്ലാങ്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കത്താൻ പര്യാപ്തമായ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യം നീക്കി തീ അണയ്ക്കുന്ന രീതിയാണ് സ്മോത്തറിംഗ് അഥവാ ബ്ലാങ്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. കൂളിംഗ് എന്താണ്? കത്തുന്ന വസ്തുവിലെ താപത്തെ ലഘൂകരിച്ച് അതിൻ്റെ ജ്വലന ഊഷ്മാവിന് താഴെ എത്തിച്ച് തീ കെടുത്തുന്ന രീതിയാണ് കൂളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൂളിംഗ് എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? കത്തുന്ന വസ്തുവിലെ താപത്തെ ലഘൂകരിച്ച് അതിൻ്റെ ജ്വലന ഊഷ്മാവിന് താഴെ എത്തിച്ച് തീ കെടുത്തുന്ന രീതിയാണ് കൂളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. കൂളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന്
ഭൂമിയിലേക്ക് താപപ്രസരണം നടത്തുന്നത് ഏത് വിധമാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വികിരണമാണ് കേട്ടോ, റേഡിയേഷൻ ആണ്. അപ്പോൾ പഠിച്ചു നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടത്തുന്ന ഏത് വിധമാണ്? വികിരണം വഴിയാണ്, റേഡിയേഷൻ വഴിയാണ്. അപ്പോൾ നമുക്ക് സംവഹനം എന്തോ, ചാലനം എന്തോ, പ്രതിഫലനം എന്തോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു പോവാം. അപ്പം ഫസ്റ്റ് തന്നെ ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് എന്താണ്? കണ്ടക്ഷൻ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ചാലനം, കണ്ടക്ഷൻ, അതെന്താണെന്ന് നോക്കാം. തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം എന്ന് പറയുന്നത്. ഖരപദാർത്ഥങ്ങളിൽ താപപ്രക്ഷേപണ രീതി ചാലനം വഴിയാണ് കേട്ടോ. അപ്പോൾ ഖരപദാർത്ഥങ്ങളിൽ താപപ്രക്ഷേപണ രീതി എങ്ങനെയാണ്? ചാലനമാണ്. അതുപോലെ തന്നെ ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളെ പറഞ്ഞാണ് സൂചാലകങ്ങൾ അഥവാ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളെ പറഞ്ഞ പേരെന്താണ്? സൂചാലകങ്ങൾ അഥവാ ഗുഡ് കണ്ടക്ടേഴ്സ്. സൂചാലകങ്ങൾക്ക് ഉദാഹരണമാണ് ലോഹങ്ങൾ കേട്ടോ. അപ്പോൾ സൂചാലനങ്ങൾക്ക് ഉദാഹരണമാണ് ലോഹങ്ങൾ. അടുത്തത് വികിരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപപ്രക്ഷേപണം നടത്തുന്ന രീതിയാണ് വികിരണം. അതിൻ്റെ ആൻസർ ആയിട്ട് വന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നു. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി എന്താണ്? വികിരണത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപപ്രക്ഷേപണം നടത്തുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ വേറൊരു എക്സാമ്പിളോടെ നോക്കാം. കത്തുന്ന ബൾബിൻ്റെ താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. കത്തുന്ന ബൾബിൻ്റെ താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് എന്ത് മൂലമാണ്? വികിരണം മൂലമാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ്, തെളിഞ്ഞ രാത്രി മേഘാവൃതമായി രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണവും വികിരണമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം എന്താണ്? വികിരണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ MSDSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ സി ആണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അതെന്താണെന്ന് നോക്കാം. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഉൽപ്പന്നങ്ങളുടെയും രാസവസ്തുക്കളുടെയും വിശദവും സമഗ്രവുമായ വിവരങ്ങൾ നൽകുന്ന ഒരു സാങ്കേതിക രേഖയാണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്, MSDS എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? വിവിധ ഉൽപ്പന്നങ്ങളുടെയും രാസവസ്തുക്കളുടെയും വിശദവും സമഗ്രവുമായ വിവരങ്ങൾ നൽകുന്ന ഒരു സാങ്കേതിക രേഖയാണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അഥവാ MSDS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം ഏതാണ്? ഓപ്ഷൻ ബി പതയാണ്, ഫോമാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് എക്സ്റ്റിങ്ക്വിഷിംഗ്, പതയുള്ള എക്സ്റ്റിങ്ക്വിഷർ വെച്ചല്ലേ അത് എന്താണ് തീ അണയ്ക്കുന്നത്. അത് തന്നെ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ പഠിച്ചു വെക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം ഏതാണ്? പത അഥവാ ഫോമാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഗാർഹിക പാചക സിലിണ്ടറിൽ നിന്ന് LPG ലീക്കായാൽ ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്ന LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എഥനോൾ ആണ് അഥവാ ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് അഥവാ ഈഥേൻ എത്തിയോൾ ആണ് അഥവാ ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. അടുത്ത നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട CPRൻ്റെ ശരിയായ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. CPRൻ്റെ പൂർണ്ണരൂപം എന്താണ്? കാർഡിയോ പൾമണറി റെസ്യൂസിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ കാർഡിയോ പൾമണറി റെസ്യൂസിയേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ CPR നൽകുന്നതിൻ്റെ ഉദ്ദേശം ഏതെന്നാണ്? അപ്പോൾ CPR നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ CPR കൊടുക്കുന്നത്. അപ്പോൾ CPR എന്തിനാണ് കൊടുക്കുന്നത്? ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് CPR നൽകുന്നത്. ക്ലിയർ അല്ലേ? അത് ഇത് വായിച്ചാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയോ മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പം ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയോ മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിംഗ്
ചോക്കിങ്ങിൻ്റെ ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് ചോക്കിങ്ങിൻ്റെ ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം ഏതാണ്? കൈകാലുകൾ നീർകെട്ട് പ്രകടമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ ലക്ഷണം ഏതൊക്കെയാണ്? കൈകാലുകൾ തൊണ്ടയോട് നോക്കാം. നമുക്ക് എന്താണ് ആദ്യം ചോക്കിംഗ് എന്ന് നമുക്ക് മനസ്സിലാവണം. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ ഞാനൊന്ന് പറയാം. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ശ്വാസനാള തടസ്സം എന്നാണ്. അഥവാ ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് ശ്വാസനാള തടസ്സം അഥവാ ചോക്കിംഗ് എന്ന് പറയുന്നത്. ശ്വാസനാള തടസ്സം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അജീർണനം, പിള്ളവാതം, അവിചാരിതമായി ഭക്ഷ്യവസ്തുക്കൾ, മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ എന്നിവയിൽ തൊണ്ടയിൽ കുടുങ്ങുക, വെള്ളത്തിൽ മുങ്ങുമ്പോൾ. അടുത്തത് ശ്വാസനാളം പൂർണ്ണമായി അടഞ്ഞാൽ ശ്വസനം തടസ്സപ്പെടും. അതുപോലെ തന്നെ ശബ്ദം പുറത്തു വരില്ല. ലക്ഷണങ്ങളാണ് ചുമയ്ക്കാൻ പോലും സാധ്യമാകാതെ വരും, രോഗി അബോധാവസ്ഥയിലാകും, തൊണ്ടയിൽ ഇരു കൈകൾ കൊണ്ട് പിടിച്ച് ശ്വാസമെടുക്കാനാവാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ചോക്കിങ്ങിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസനാള തടസ്സമാണ്. അപ്പോൾ അത് വെച്ച് ബാക്കി കണ്ടെത്താമല്ലോ എന്താണ്. അപ്പോൾ ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസനാള തടസ്സമാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമല്ലോ. അപ്പോൾ കൈകാലുകൾ തൊണ്ടയോട് ചേർത്ത് പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ തൊണ്ട ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുക, അതുപോലെ തന്നെ ശ്വാസനാളം എടുക്കുന്നതിനും സംസാരിക്കുന്നതിനും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക, അതുപോലെ തന്നെ ത്വക്കിൻ്റെ നിറം ചാരം അല്ലെങ്കിൽ ഗ്രേ അല്ലെങ്കിൽ നീല നിറമാകുക എന്നുള്ളവയൊക്കെയാണ് ചോക്കിങ്ങിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ സാധ്യതയില്ലാത്ത കാര്യം എന്താണ്? കൈകാലുകൾ നീർക്കെട്ട് പ്രകടമാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷണമല്ലാത്തത് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ശരീരത്തിൽ പൊള്ളൽ ഏറ്റത് മൂലം ഉണ്ടാകുന്ന കുമിളകൾ അഥവാ ബ്ലിസ്റ്റേഴ്സ് അടിയന്തരമായി പൊട്ടിച്ച് കളയണമെന്നുള്ളത് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ ഇത് മനസ്സിലാവുമല്ലോ. ശരീരത്തിൽ നമുക്കൊക്കെ ശരീരത്തിൽ പൊള്ളൽ ഏറ്റു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്ന കുമിളകൾ നമ്മൾ പൊട്ടിച്ച് കളയത്തില്ലല്ലോ. അപ്പോൾ പൊട്ടിച്ച് കളയണമെന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത് നോക്കാം. ശരീരത്തിൽ പാമ്പ് കടി ഏറ്റാൽ പാമ്പ് കടി ഏറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ് നമ്മുടെ ശരീരത്താണ് ഒരു പാമ്പ് കടി അടിച്ചാൽ എല്ലാവരും പറയുന്നതല്ലേ, ആ പാമ്പ് കടിയേറ്റ ഭാഗം എന്താണ്? സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകണം എന്നുള്ളത് ഒരു കോമൺ ആണ്. അപ്പം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, മുറിവിൽ നിന്ന് രക്തസ്രാവം ഉള്ള പക്ഷം വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ച് മുറിവുള്ള ഭാഗത്ത് അമർത്തിപ്പിടിക്കേണ്ടതാണ്. അതും ശരിയാണ്. മുറിവിൽ നിന്ന് രക്തസ്രാവം ഉള്ള പക്ഷം വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ച് മുറിവുള്ള ഭാഗത്ത് അമർത്തിപ്പിടിക്കേണ്ടതാണ്. അത് ശരിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, അസ്ഥിഭംഗം സംഭവിച്ച ഭാഗത്ത് പലക പോലുള്ള ബലമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ബലപ്പെടുത്തി പരിക്കേറ്റ ഭാഗം അനങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടും എടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇതിൻ്റെ ശരിയായ പൂർണ്ണരൂപം ഏതാണ്? AEDയുടെ ഫുൾ ഫോം എന്താണ്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ ആണ്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ ആണ്. അപ്പോൾ എന്താണ്? ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. AEDയുടെ ഫുൾ ഫോം എന്താണ്? AEDയുടെ ഫുൾ ഫോം എന്താണ്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം എന്താണ്? എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. അപ്പോൾ എന്താണ് എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം? എന്ത്? ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു എന്നുള്ളതാണ് എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പ് കടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാമ്പ് കടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാമ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാടുകൾ, അതൊരു ലക്ഷണമാണ്. കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന, അതും ലക്ഷണമാണ്. കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും, അത് ലക്ഷണമാണ്. മനം പുരട്ടലും ഛർദിയും, അതും ലക്ഷണമാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. മേൽ കാണിച്ചിരിക്കുന്നവയെല്ലാം, മേൽ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും പാമ്പ് കടിയേറ്റതിൻ്റെ ലക്ഷണമായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏതുതരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. അപ്പോൾ എന്താണ്? മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏതുതരം രക്തസ്രാവത്തെയാണ് സൂചിപ്പിക്കുന്നത്? ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട 2
മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ടിൻ്റെ ക്ലാസ് ഞാൻ സെപ്പറേറ്റ് ഇടുന്നതാണ്. ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ വെച്ചൊരു ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മറ്റന്നാളാണ് പരീക്ഷ, അതിന് മുമ്പ് ഒരു റിവിഷൻ പോലെ ഒരു IT ആക്ടിൻ്റെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. അടുത്ത ചോദ്യം നോക്കാം. മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിൻ്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. വിനു മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്താണ്? അതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തുക എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ തന്നെ നമുക്ക് പറയാം എന്താണ് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് എന്താണ് നാശനഷ്ടം വരുത്തുക എന്നുള്ളൊരു ഒഫൻസാണ് ഈ വിനുവും വരുണും ചെയ്തത് കേട്ടോ. അപ്പം IT ആക്ടിൻ്റെ ഒരു സെപ്പറേറ്റ് ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് IT ആക്ടിൻ്റെ ഒരു റിവിഷൻ പോലൊരു ക്ലാസ് ഇടുന്നതാണ്. പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ പരീക്ഷയ്ക്ക് അത് വളരെ ഉപകാരപ്രദമാകും. വേണമെന്നുള്ള കൂട്ടുകാരൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 100ാമത്തെ ക്വസ്റ്റ്യൻ. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരൻ്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻസ് വായിച്ച് നോക്കിയാൽ തന്നെ അറിയാം. സ്വകാര്യത ലംഘനമല്ല വരുന്നത്, ഹാക്കിംഗ് അല്ല വരുന്നത്, അധികാര ദുർവിനിയോഗം ചെയ്ത് രഹസ്യവാദത്തിന് സ്വകാര്യതയുടെ ലംഘനമല്ല വരുന്നത്, സ്വകാര്യതയുടെ ലംഘനമല്ല വരുന്നത്, ഇവിടെ ഹാക്കിങ്ങും അല്ല വരുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ എന്താണ്? ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരൻ്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്താണ്? തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ള കുറ്റകൃത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് തരുന്ന ഈ ഒരു ക്ലാസ്സിൽ വരുന്ന സപ്പോർട്ടിനനുസരിച്ച് PYQ ഡിസ്കഷൻ ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഒരു ദിവസത്തോടെയുള്ള പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ PYQ ഡിസ്കഷൻ വേണമെന്നുള്ളവർ ഒരു ക്ലാസ്സോടെ നമുക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം വേണമെന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. IT ആക്ടിൻ്റെ റിവിഷൻ ക്ലാസ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.